Good morning students. നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് സിമ്പിൾ സർക്യൂട്ടാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. കൂടുതലൊന്നും പറയാനില്ല. എന്നാലും നമുക്ക് ആ ഒരു ബേസിക്സ് മാത്രം ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. എന്താണ് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ? ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കംപ്ലീറ്റ് പാത്ത് ഓഫ് ദ ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് അഥവാ വൈദ്യുതധാരയുടെ സമ്പൂർണ്ണ സഞ്ചാരപഥം, അത് എവിടെ നിന്ന് ആരംഭിച്ച് ഏതിലൂടെയൊക്കെ പാസ് ചെയ്ത് തിരിച്ചെത്തുന്നു, ആ സമ്പൂർണ്ണ സഞ്ചാരപഥം, കംപ്ലീറ്റ് പാത്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതിനാണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? നമ്മൾ പല സർക്യൂട്ട്സ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അതിൽ 3 പ്രധാന ഘടകങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നോ നമുക്ക് നോക്കാം. ഒന്ന് സോഴ്സാണ്. ഒന്നൊരു വൈദ്യുതിയുടെ ഒരു ഉത്ഭവ കേന്ദ്രം വേണം. വൈദ്യുതി നൽകുന്ന ഒരു സോഴ്സ് വേണം. സാധാരണ നമുക്ക് എവിടുന്ന വൈദ്യുതി ലഭിക്കുക? നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ സോക്കറ്റ്, പ്ലഗ് സോക്കറ്റിൽ വരുന്നുണ്ടാവും അല്ലെ? സിംഗിൾ ഫേസ് വോൾട്ടേജ് 240 വോൾട്ട് AC പ്ലഗ് സോക്കറ്റിൽ വരുന്നുണ്ടാവും. ഓക്കെ, ഇനി അതല്ലാതെ നമുക്ക് ആ വൈദ്യുതി എവിടുന്ന നമുക്ക് ലഭിക്കുന്നത്? ശരിയായിട്ടുള്ള സോഴ്സ് അത് എവിടുന്ന വരുന്നത്? ഒരു ജനറേറ്ററിൽ നിന്നാണ് അല്ലെ? ജനറേറ്റിംഗ് സ്റ്റേഷനിലുള്ള ആൾട്ടർനേറ്ററിൽ നിന്നാണ് ആ വൈദ്യുതി ലഭിക്കുന്നത്. ഇതല്ലാതെ വൈദ്യുതിയുടെ സോഴ്സുകൾ വേറെ എന്തൊക്കെയുള്ളത്? നമ്മൾ ബാറ്ററീസ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ടോർച്ചിലായാലും മൊബൈൽ ഫോണിലായാലും ഒക്കെ, നമ്മൾ വാഹനങ്ങളിലായാലും ഒക്കെ ബാറ്ററീസ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതും വൈദ്യുതിയുടെ ഒരു സോഴ്സാണ്. പിന്നെ സോളാർ സെൽ, അങ്ങനെ ഒരുപാട് സോഴ്സുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പൊ ഏതെങ്കിലും ഒരു വോൾട്ടത നൽകുന്ന, വോൾട്ടേജ് നൽകുന്ന ഒരു സോഴ്സ് അവിടെ വേണം. അത് സർക്യൂട്ടിൽ ഒരു അവിഭാജ്യ ഘടകമാണ്. പിന്നെ എന്താ വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ലോഡാണ്. എന്താണ് ഇലക്ട്രിക്കൽ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിത്തിങ് വിച്ച് കൺസ്യൂംസ് ഇലക്ട്രിക്കൽ പവർ ഇസ് ടേംഡ് ഇലക്ട്രിക്കൽ ലോഡ്. വൈദ്യുതധാര ഉപയോഗിച്ച്, വൈദ്യുത പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഏതൊരു ഉപകരണത്തിനും എന്താ പറയുക? ഇലക്ട്രിക്കൽ ലോഡ്. അത് സാധാരണ LED ബൾബ് ആവട്ടെ, അല്ലെങ്കിൽ ഫാൻ ആവട്ടെ, അല്ലെങ്കിൽ മിക്സി ആവട്ടെ, മോട്ടർ ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ, വൈദ്യുതി ഉപയോഗിച്ച്, ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണമാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക? ഇലക്ട്രിക്കൽ ലോഡ്. അപ്പോൾ ഒരു സർക്യൂട്ടിൽ വേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് എന്ത് വേണം? ഒരു വോൾട്ടേജിന്റെ സോഴ്സ് വേണം. രണ്ടാമതായിട്ട് ആ വോൾട്ടേജ് ഉപയോഗിച്ചിട്ട്, വൈദ്യുതി ഉപയോഗിച്ചിട്ട്, ഇലക്ട്രിക്കൽ പവർ ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം വേണം, ലോഡ് വേണം. മൂന്നാമതായിട്ട് അതിൽ വേണ്ടത് കൺട്രോളിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ഡിവൈസസ് ആണ്. കൺട്രോളിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ഡിവൈസസ്. നമുക്ക് ഇത് 2 കാര്യങ്ങൾ മാത്രം, ഒരു വോൾട്ടേജിന്റെ സോഴ്സും കിട്ടി, ഒരു ലോഡും കിട്ടി, അത് നേരെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ആ ലോഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് കാര്യം ഉണ്ടാവില്ല. നമുക്ക് ആവശ്യമുള്ള സമയത്ത് പ്രവർത്തിപ്പിക്കാൻ പറ്റണം, ആവശ്യമില്ലാത്ത സമയത്ത് അതിനെ പ്രവർത്തിപ്പിക്കാതിരിക്കാനും പറ്റണം. അപ്പൊ അത് കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു ഡിവൈസ് വേണം. എന്താണ് കൺട്രോളിംഗ് ഡിവൈസ്? സ്വിച്ചില്ലേ? സാധാരണ നമ്മൾ സ്വിച്ച് വെച്ചിട്ടാണ് നമുക്ക് ആവശ്യമുള്ള സമയം ഉപകരണം നമ്മൾ പ്രവർത്തിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കാതിരിക്കുന്നതും. അപ്പോൾ ഒരു കൺട്രോളിംഗ് ഡിവൈസ് വേണം. അതുപോലെ തന്നെ എന്ത് വേണം? ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് വേണം. അതായത് സർക്യൂട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഈ വൈദ്യുതിയുടെ സമ്പൂർണ്ണ സഞ്ചാരപഥത്തിനെ അത് നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ്. ഏതാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് ഡിവൈസ്? ഫ്യൂസ് അല്ലേ? പിന്നെ നമുക്ക് എന്തുണ്ട്? MCB, അങ്ങനെ LCB, അങ്ങനെ ഒരുപാട് പ്രൊട്ടക്റ്റീവ് ഡിവൈസുകൾ വേറെ ഉണ്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് എന്താണ്? ഫ്യൂസ്. എന്താ ഫ്യൂസിന്റെ ഫംഗ്ഷൻ? ഹൈ കറണ്ട് വരുമ്പോൾ, പ്രീ ഡിറ്റർമിൻഡ് കറണ്ടിൽ കൂടുതൽ വരുമ്പോൾ, നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചതിനെക്കാട്ടും കൂടുതൽ കറണ്ട് സർക്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ സർക്യൂട്ടിന് ആപത്താണ് അല്ലേ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താണോ, ആ സർക്യൂട്ട് എന്താവണം? ബ്രേക്ക് ആവണം. അവിടെ കറണ്ട് ഫ്ലോ നിലയ്ക്കണം. അങ്ങനെ സർക്യൂട്ടിന് സംരക്ഷണം ലഭിക്കണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് എന്ത്? ഫ്യൂസ്. അപ്പോൾ ഒരു സർക്യൂട്ടിൽ എന്തെല്ലാം ഭാഗങ്ങൾ വരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, ഒരു വോൾട്ടേജ് സോഴ്സ് വേണം. രണ്ടാമത്തത് ഒരു ഇലക്ട്രിക്കൽ ലോഡ് വേണം. മൂന്നാമത്തതായിട്ട് കൺട്രോളിംഗ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ഡിവൈസുകൾ വേണം. ഇത് കൂടാതെ ചില അനുബന്ധ സാധനങ്ങൾ, അതായത് കണക്റ്റിംഗ് വയേഴ്സ് ഒക്കെ വേണ്ടി വരും നമുക്ക് അല്ലേ? ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കണമെങ്കിൽ വോൾട്ടേജ് സോഴ്സും, പിന്നെ കൺട്രോളിംഗ് ഡിവൈസ് സ്വിച്ചും, പ്രൊട്ടക്റ്റിംഗ് ഡിവൈസ് ഫ്യൂസും, പിന്നെ നമ്മളെ ലോഡായിട്ടുള്ള ലാമ്പ് ആണെങ്കിൽ ലാമ്പ്, ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ട വയേഴ്സ് നമുക്ക് വേണ്ടി വരും. ഓക്കെ, ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് പ്രധാനമായിട്ട് തരംതിരിച്ചിരിക്കുന്നത് 3 തരമായിട്ടാണ്. ഒന്ന് ഓപ്പൺ സർക്യൂട്ട്, ക്ലോസ്ഡ് സർക്യൂട്ട്, പിന്നെ മൂന്നാമത്തത് ഷോർട്ട് സർക്യൂട്ട്. എന്താണെന്ന് നമുക്ക് ബ്രീഫായിട്ട് നോക്കാം. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ
അവിടെ എല്ലാ സർക്യൂട്ടിൽ വേണ്ട എല്ലാ കാര്യങ്ങളും, എന്തോ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ, അതെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവിടെ എന്തില്ല? ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ഇല്ല, വൈദ്യുതധാര പ്രവഹിക്കുന്നില്ല, ഇലക്ട്രിക് കറണ്ട് ഒഴുകുന്നില്ല. വോൾട്ടേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വോൾട്ടേജ് ഉണ്ട്, ലോഡ് ഉണ്ടോ ചോദിച്ചാൽ ലോഡ് ഉണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ കണക്ട് ചെയ്തിട്ടുണ്ട്, കൺട്രോളിങ് ഡിവൈസ് പ്രൊട്ടക്ടിങ് ഡിവൈസ് ഉണ്ടോ ചോദിച്ചാൽ അതും ഉണ്ട്. പക്ഷെ അവിടെ എന്തില്ല? കറണ്ട് ഫ്ലോ ഇല്ല. അങ്ങനത്തെ സർക്യൂട്ടിനാണ് എന്ത് പറയാ? ഓപ്പൺ സർക്യൂട്ട്. ഇപ്പൊ നമ്മളെ വീടുകളിലൊക്കെ ഉള്ള സർക്യൂട്ട്സിൽ പലതും ഓപ്പൺ ആയിരിക്കും പല സമയങ്ങളിൽ അല്ലേ? അതായത് നമ്മൾ എല്ലായ്പ്പോഴും സ്വിച്ച് ഓൺ ആക്കി വെക്കുന്നുണ്ടോ? ഇല്ല, സ്വിച്ച് ഓഫ് ആയിരിക്കും. അപ്പൊ സ്വിച്ച് അവിടെ വീട്ടിൽ വോൾട്ടേജ് ഉണ്ട്, അവിടെ സ്വിച്ച് ഉണ്ട്, ഫ്യൂസ് ഉണ്ട്, അവിടെ ഫാൻ ഉണ്ട്. പക്ഷെ എന്താവുന്നില്ല? അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. കാരണം നമ്മൾ സ്വിച്ച് ഓഫ് ആക്കി വെച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ അത് ഓപ്പൺ സർക്യൂട്ട്. ഓക്കെ. പിന്നെ രണ്ടാമത്തേതായിട്ടുള്ള ക്ലോസ്ഡ് സർക്യൂട്ട്. എന്താ ക്ലോസ്ഡ് സർക്യൂട്ട്? ഈ പറഞ്ഞ സർക്യൂട്ടിന് വേണ്ട എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇലക്ട്രിക്കൽ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. ഇലക്ട്രിക്കൽ കറണ്ട് ഫ്ലോ ഉണ്ട്. അപ്പൊ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സർക്യൂട്ടിനാണ് നമ്മൾ എന്ത് പറയാ? ക്ലോസ്ഡ് സർക്യൂട്ട്. ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് ആ സർക്യൂട്ട് എന്താവുന്നത്? ക്ലോസ്ഡ് ആവുന്നത്. ഫാനിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റിന്റെ ആയിരിക്കാം, എന്തിൻ്റെങ്കിലും ആയിരിക്കാം. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്താവും? സർക്യൂട്ട് എന്താവും? ക്ലോസ്ഡ് ആവും, അവിടെ കറണ്ട് ഫ്ലോ വരും. ഓക്കെ. അപ്പൊ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ഉള്ള സർക്യൂട്ടിനാണ് എന്ത് പറയാ? ക്ലോസ്ഡ് സർക്യൂട്ട്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കണം, നമ്മുടെ ഉപകരണം ഏതാണ്, നമ്മുടെ ലോഡ് ഏതാണ്. ഫാൻ ആണെങ്കിൽ ഫാൻ, ട്യൂബ് ലൈറ്റ് ആണെങ്കിൽ ട്യൂബ് ലൈറ്റ്, ഫിലമെന്റ് ലാമ്പ് ആണെങ്കിൽ ഫിലമെന്റ് ലാമ്പ്, അതിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ട്. അതിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ നമ്മൾ അതിന് ആ സർക്യൂട്ടിന് എന്താ നമ്മൾ പറയാം? ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയും. മൂന്നാമത്തെ ഒരു തരം സർക്യൂട്ട് കൂടി ഉണ്ട്. എന്താണ്? ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട് എന്താണ്? ബേസിക് ഒരു സർക്യൂട്ടിന് വേണ്ട റിക്വയർമെന്റ്സ് എല്ലാം ഉണ്ട്. വോൾട്ടേജ് ഉണ്ട്, വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ലോഡ് ഉണ്ട്, കൺട്രോൾ എക്വിപ്മെന്റ്, പ്രൊട്ടക്ടിങ് എക്വിപ്മെന്റ്, കണക്ടിങ് വയേഴ്സ് എല്ലാം ഉണ്ട്. പിന്നെ കറണ്ട് ഫ്ലോ നടക്കുന്നുണ്ട്, ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. പക്ഷേ ലോഡിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല. എന്താണ്? ലോഡിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല. കറണ്ട് ഫ്ലോ വേറെ ഒരു ഈസി പാത്തിലൂടെയാണ് പോകുന്നത്. അതിനാണ് എന്ത് പറയാ? ഷോർട്ട് സർക്യൂട്ട്. ഉദാഹരണത്തിന് നമ്മളെ വയറിങ്ങിൽ എവിടെയെങ്കിലും ഫേസ് വയർ, ന്യൂട്രൽ വയർ ഒക്കെ തമ്മിൽ മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നേരിട്ട് ആ രണ്ട് ഫേസിൽ നിന്ന് ന്യൂട്രലിലേക്ക് അവിടെ കറണ്ട് ഒഴുകിയിട്ട് എന്താവും? നമ്മളെ ഉപകരണങ്ങളൊന്നും വർക്ക് ചെയ്യില്ല, അവിടെ നിന്ന് അങ്ങോട്ട് കറണ്ട് ഒഴുകും. നമ്മൾ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ ELCB ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഓഫ് ആക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കറണ്ട് ഫ്ലോ അല്ല അവിടെ വരുന്നത്. ഉപകരണത്തിലൂടെ ലോഡിലൂടെ കറണ്ട് ഫ്ലോ ആകുമ്പോഴല്ലേ നമ്മളെ ലോഡ് പ്രവർത്തിക്കുള്ളൂ. ഇത് അങ്ങനെയില്ല, ലോഡിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല. കറണ്ട് ഈസി പാത്തിലൂടെ എർത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. യൂസ്ഫുൾ കറണ്ട് ഫ്ലോ അല്ല. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷോർട്ട് സർക്യൂട്ട്. അപ്പൊ 3 തരം സർക്യൂട്ട് ഉണ്ടെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ എക്സ്പെരിമെന്റിലേക്ക് വരുമ്പോൾ നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ സർക്യൂട്ടിന് വേണ്ട ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങൾ അതിലുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡയഗ്രാം തന്നെയാണ്. ഒന്ന് എന്താണ്? ഫസ്റ്റ് സർക്യൂട്ടിൽ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് ഒരു വോൾട്ടേജ് സോഴ്സ്, വോൾട്ടേജിന്റെ ഒരു ഉത്ഭവ കേന്ദ്രം, പ്രഭവ കേന്ദ്രം വേണം അല്ലെ? ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നത്? പ്ലഗ് സോക്കറ്റിൽ നിന്നാണ്. പ്ലഗ് സോക്കറ്റിൽ നിന്ന് നമ്മൾ 240 വോൾട്ട് AC സപ്ലൈ നമ്മൾ എടുക്കുന്നത്. അപ്പൊ അത് നമ്മുടെ കയ്യിലുണ്ട്. അവിടെ ഫേസും ന്യൂട്രലും രണ്ടും വരുന്നുണ്ട്, വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഘടകമായി. രണ്ടാമത്തെ എന്താണ് വേണ്ടത്? ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്, ഒരു ലോഡ് വേണം. ഒരു ലോഡിന്റെ ഒരു കോമൺ സിമ്പിൾ ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. റെക്ടാങ്കിൾ പോലെ വരച്ചു കഴിഞ്ഞ് 2 വര അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചാൽ അത് ലോഡിന്റെ സിമ്പിളായി. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ലാമ്പ് വരയ്ക്കാം, അല്ലെങ്കിൽ ഓരോരോ വ്യത്യസ്ത തരം ലോഡിന് വ്യത്യസ്ത സിമ്പിൾസ് ഉണ്ട്, എന്ത് വേണമെങ്കിലും വരയ്ക്കാം. അപ്പൊ ഇവിടെ ഇലക്ട്രിക് ലോഡിന്റെ കോമൺ ആയിട്ടുള്ള സിമ്പിളാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലാമ്പോ ട്യൂബോ മിക്സിയോ മോട്ടറോ എന്തെങ്കിലും ഒരു ലോഡ് വേണം. മൂന്നാമതായിട്ട് എന്താ നമ്മൾ പറഞ്ഞത്? കൺട്രോളിങ് ആൻഡ് പ്രൊട്ടക്ടിങ് ഡിവൈസസ് അല്ലെ? പിന്നെ അതിന്റെ കൂടെ തന്നെ കണക്ടിങ് വയേഴ്സ്. ഇവിടെ കൺട്രോളിങ് ഡിവൈസിനായിട്ട് ഒരു സ്വിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു സാധാരണ ഒരു സ്വിച്ച് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 2 ടെർമിനലുള്ള ഒരു സ്വിച്ച് ആണ്. ഇത് സിംഗിൾ പോൾ സ്വിച്ച് ആണ്. ഒറ്റ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യാനും അതുപോലെ തന്നെ അത് ഫ്ലോ ബ്രേക്ക് ചെയ്യാനും പറ്റുന്ന ഒരു സ്വിച്ച് ആണ്. ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു 1 വേ സ്വിച്ച് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സ്വിച്ചിലെ ഘടന നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സ്വിച്ചിൽ 2 ഫിക്സഡ് കോണ്ടാക്ട് ഉണ്ട്, ഒരു മൂവിങ് കോണ്ടാക്ട് ഉണ്ട്. അതൊക്കെ ഈ സ്വിച്ചിന്റെ ഉള്ളിലായിട്ട് ഉണ്ടാവും അല്ലെ? നോർമലി നമ്മൾ സ്വിച്ചിൽ ഓഫിലാക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഉള്ളിൽ ആ 2 കോണ്ടാക്ട്സ് തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താവും?
ഈ ഉള്ളിൽ രണ്ട് കോൺടാക്ട്സ് തമ്മിൽ എന്താവും കണക്ഷൻ ആവും. അതായത് ഈ മൂവിങ് കോൺടാക്ട് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് സ്വിച്ചിന്റെ അകത്തുള്ള ഈ മൂവിങ് കോൺടാക്ട് അതിന്റെ ഉള്ളിൽ നീങ്ങിയിട്ട് ഈ രണ്ട് ടെർമിനൽസിനെ പോയിട്ട് എന്താവും ടച്ച് ചെയ്യും. അപ്പൊ കോൺടാക്റ്റുകൾ മേക്ക് ആവും. അപ്പൊ അങ്ങനെയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്വിച്ച്, ഒരു വൺ വേ സ്വിച്ച് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് കൺട്രോളിംഗ് ഡിവൈസ് ആയിട്ട്. പിന്നെ എന്ത് വേണം, പ്രൊട്ടക്ടിങ് ഡിവൈസിൽ സർക്യൂട്ടിന് ഷോർട്ട് സർക്യൂട്ട് ഒക്കെ വരികയാണെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വേണം ഒരു പ്രൊട്ടക്ടിങ് ഡിവൈസ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഫ്യൂസ്. ഫ്യൂസിന്റെ സിമ്പിൾ ആണ്. ഇത് പഴയ ടൈപ്പ് ഫ്യൂസിന്റെ സിമ്പിൾ ആണ്, റീവയറബിൾ ഫ്യൂസിന്റെ സിമ്പിൾ ആണ്. ഇപ്പോഴത്തെ ടൈപ്പ് ഫ്യൂസ് ആണെങ്കിൽ നമ്മൾ കാട്രിഡ്ജ് ടൈപ്പ് ഫ്യൂസ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കും. ഏതും ഉപയോഗിക്കും, ഇന്റർചേഞ്ചബിൾ ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാനിവിടെ നമ്മളെ അടുത്ത് റീവയറബിൾ ഫ്യൂസ് ഉള്ളതുകൊണ്ട് അതിന്റെ ആ പഴയ സിമ്പിൾ തന്നെയാണ് വരച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് അറിയുന്നില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഫ്യൂസ് അടിച്ചു പോയാൽ ഈ കറണ്ട് വന്നാൽ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു ഫ്യൂസ് വയർ ഉണ്ടാവും. ആ ഫ്യൂസ് വയർ എന്താവും, മെൽറ്റ് ആവും. മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് കെട്ടിയിടാൻ പറ്റും. അതാണ് റീവയറബിൾ ഫ്യൂസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു റീവയറബിൾ ഫ്യൂസ്, അതിന് വേറെ പേരും ഉണ്ട്, കിറ്റ് കാറ്റ് ഫ്യൂസ് എന്ന് പറയും. കിറ്റ് കാറ്റ് ഫ്യൂസ് അങ്ങനത്തെ ഒരു ഫ്യൂസ് ആണ് ഇവിടെ യൂസ് ചെയ്തത്. ഇനി അത് ഫ്യൂസിന് പകരം നമുക്ക് എന്താ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഡിവൈസ്, MCB മുതലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ എന്ത് വേണം, ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്യാനുള്ള വോൾട്ടേജ് സോഴ്സും ഇലക്ട്രിക് ലോഡും കൺട്രോളിങ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് എല്ലാം തമ്മിൽ കണക്ട് ചെയ്യാനുള്ള വയേഴ്സും. അപ്പൊ എന്തായി, ഒരു സർക്യൂട്ടായി. സർക്യൂട്ടിന്റെ എല്ലാ കാര്യങ്ങളുടെ ഏറ്റവും സിമ്പിൾ ആയിട്ട് വേറെ കാര്യങ്ങളൊന്നും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് സിമ്പിൾ സർക്യൂട്ട് എന്ന് പറയും. ഇവിടെ ഞാൻ വോൾട്ടേജ് കൊടുത്തു. ഇപ്പൊ ഇവിടെ ലോഡ് ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ലോഡ് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ഒരു ലാമ്പായിട്ട് വിചാരിക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് അതിന്റെ പ്രവർത്തനം കാണാൻ വേണ്ടി ലാമ്പായിട്ട് വരയ്ക്കാം. ലാമ്പിന് ഇങ്ങനെ ഒരു സിമ്പിൾ, ഗ്രാഫിക് സിമ്പിൾ ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. വേറെ സിമ്പിൾസ് ഉണ്ട്. ലാമ്പിന് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇപ്പൊ ഈ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിങ്ങളൊന്ന് നോക്കൂ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ സ്വിച്ച് എന്താ, സ്വിച്ച് ഓഫ് ആണ് അല്ലെ. അതായത് സ്വിച്ച് മുകളിലോട്ട് എന്നുള്ള ആരോണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. സ്വിച്ച് ഓഫ് ആണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇപ്പൊ ഈ ലാമ്പ് പ്രകാശിക്കൂ, ഇവിടെ ഇലക്ട്രിക് കറന്റ് ഫ്ലോ ഉണ്ടാവുമോ? ഇല്ല. എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വോൾട്ടേജ് സോഴ്സും ലോഡും കൺട്രോളിങ് പ്രൊട്ടക്ടിങ് ഡിവൈസുകൾ വയേഴ്സ് എല്ലാം ഉണ്ട്. പക്ഷെ കറന്റ് ഫ്ലോ ഇല്ല. കാരണം എന്താണ്, ഇവിടെ സർക്യൂട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് എന്താണ്, ഓപ്പൺ ആണ്. ഇത് ഓപ്പൺ സർക്യൂട്ടാണ്. സ്വിച്ച് കണ്ട, സ്വിച്ചിന്റെ മൂവിങ് കോൺടാക്ട് നീങ്ങിയിട്ടാണ് കിടക്കുന്നത്. സ്വിച്ച് ഓഫ് പൊസിഷനിലാണ് കിടക്കുന്നത്. അപ്പൊ കറന്റ് ഫ്ലോ ഇല്ല. അപ്പൊ ഇലക്ട്രിക് കറന്റ് ഫ്ലോ ഇല്ലാത്ത സർക്യൂട്ടാണ് ഇതിപ്പോ ഓപ്പൺ സർക്യൂട്ട്. ഇനി ഞാൻ പോയി സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്യാം. സ്വിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം, അതായത് ഓൺ ചെയ്യാം. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്തായി, ഉള്ളിൽ എന്തായി, സ്വിച്ചിന്റെ രണ്ട് ടെർമിനൽസ് തമ്മിൽ ഉള്ളിൽ എന്തായി, കണക്ഷൻ ആയി. ഇപ്പോഴെന്തായി, കറണ്ടിന് ഒരു വഴി കിട്ടി അല്ലെ, ഒഴുകാനുള്ള ഒരു വഴി കിട്ടി. ഇപ്പൊ എന്ത് സർക്യൂട്ടായി, ക്ലോസ്ഡ് സർക്യൂട്ടായി. കറണ്ട് ഫ്ലോ ഉണ്ടാവും അല്ലെ. കറണ്ട് ഫ്ലോന് വേറെ തടസ്സങ്ങളൊന്നുമില്ല. കറണ്ടിന് ഒഴുകാനുള്ള എന്താണ്, വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ലോഡ് ഉണ്ട്, മറ്റനുബന്ധ കാര്യങ്ങളുണ്ട്, ഒഴുകാനുള്ള വഴികളുണ്ട്. അപ്പൊ അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പൊ ഇത് ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ഈ സമയത്ത് എന്താവുന്നുണ്ടാവും, ലാമ്പ് പ്രകാശിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും അതെന്താവും, സർക്യൂട്ട് കംപ്ലീറ്റ് ആയതുകൊണ്ട് ലാമ്പിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുകയും ലാമ്പ് വർക്ക് ചെയ്യുകയും ചെയ്യും. ഓക്കെ. ഈ ഷോർട്ട് സർക്യൂട്ട് വന്നാലേ ഉള്ളൂ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ എന്താ ഈ ലാമ്പ് ഷോർട്ടായി പോയെങ്കിൽ ഈ ലാമ്പിലൂടെ കറണ്ട് ഒഴുകുന്നതിന് പകരം ഇതിൽ ഒഴുകുന്ന കറണ്ട് എന്താവും, ഈ ഈസി പാത്തിലൂടെ ഒഴുകിയിട്ട് എന്താവും, ലാമ്പിനെ ബൈപ്പാസ് ചെയ്ത് പോകും. അപ്പൊ ലാമ്പ് പ്രവർത്തിക്കില്ല. അപ്പോൾ സർക്യൂട്ടിൽ എന്തുണ്ടാവും, ഹൈ കറണ്ട് ഒഴുകും. ഹൈ കറണ്ട് ഒഴുകുന്ന സമയം എന്താ വെച്ചാൽ ലാമ്പ് എടുക്കുന്ന ഒരു കറണ്ട് ഉണ്ടാവും, നിശ്ചിത അളവിൽ കറണ്ട് ഉണ്ടാവും. അതിനനുസരിച്ച് ഒരു ഫ്യൂസ് ആയിരിക്കും നമ്മളിവിടെ വെച്ചിട്ടുണ്ടാവുക. ഓക്കെ. പക്ഷെ ഇങ്ങനെ വരുമ്പോ ഈ ഇവിടെ ഇപ്പോ ലാമ്പിൽ കൂടെ കറണ്ട് ഒഴുകൂല. കാരണം എന്താണ്, ഇതൊരു ലോ റെസിസ്റ്റൻസ് പാത്താണ്. ഈ ഷോർട്ട് സർക്യൂട്ട് ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ഒരു ലോ റെസിസ്റ്റൻസ് പാത്താണ്. അപ്പൊ കറണ്ട് എപ്പോഴും എതിലെയാ ഒഴുകുക, ഏറ്റവും പ്രതിരോധം കുറഞ്ഞ, റെസിസ്റ്റൻസ് കുറഞ്ഞ വഴിയിലൂടെയാണ് കറണ്ട് ഒഴുകുക. അപ്പൊ ഇലക്ട്രിക് കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ ഈ ലോ റെസിസ്റ്റൻസ് പാത്ത് അഥവാ ഷോർട്ട് സർക്യൂട്ട് പാത്തിലൂടെ ഒഴുകി അങ്ങോട്ട് പോകും. അപ്പൊ എന്തായിരിക്കും, ആ പാത്തിന് പ്രതിരോധം കുറവായതുകൊണ്ട്, ലോ റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് കറണ്ടിന്റെ അളവ് വളരെ കൂടും. കറണ്ടിന്റെ അളവ് വളരെ കൂടുമ്പോൾ ആ വയറുകളും അനുബന്ധ സാധനങ്ങളൊക്കെ കേടുവരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ഫ്യൂസ് ഉള്ളതുകൊണ്ട് ആ ഫ്യൂസ് എന്താവും, സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യും. എങ്ങനെ, ആ ഹൈ കറണ്ട് വരുമ്പോൾ ഈ ഫ്യൂസ് വയർ മെൽറ്റ് ആവും. ഓക്കെ. അപ്പൊ ഇത്ര ഇതിൽ പറയാമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. കുട്ടികളെ, നമുക്ക് ഈ സിമ്പിൾ സർക്യൂട്ട് എങ്ങനെയാണ് വയറപ്പ് ചെയ്യേണ്ടത് നമുക്ക് ജസ്റ്റ് നോക്കാം. 3 ഘടകങ്ങളാണ് അതിലുള്ളത് ഇല്ലേ. ഒന്ന് നമ്മൾ വോൾട്ടേജ് സോഴ്സ്. ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഇവിടെ പ്ലഗ് സോക്കറ്റ് ഉണ്ട്. പ്ലഗ് സോക്കറ്റിൽ 240 വോൾട്ട് സിംഗിൾ ഫേസ് AC വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വോൾട്ടേജ് സോഴ്സ് റെഡിയാണ്. രണ്ടാമത് എന്താ വേണ്ടത്, ഇലക്ട്രിക്കൽ ലോഡ് വേണം. ഇവിടെ ഒരു ലോഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫിലമെന്റ് ലാമ്പാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. 60 വാട്ട്സിന്റെ ഒരു ഫിലമെന്റ് ലാമ്പാണ് യൂസ് ചെയ്തത്.
അപ്പോൾ ഇവിടെ ലാമ്പ് ഹോൾഡർ വെച്ചിട്ടുണ്ട്. ലാമ്പ് ഹോൾഡറിൻ്റെ അടിയിൽ 2 ടെർമിനൽസ് ഉണ്ട്. ഈ 2 ടെർമിനൽസിൽ ഞാൻ 2 വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. പുറത്തേക്ക് എടുക്കാൻ വേണ്ടി 2 ടെർമിനൽസാണ് ലാമ്പ് ഹോൾഡറിനുള്ളത്. അപ്പോൾ ഈ ലാമ്പ് ഹോൾഡറിലേക്ക് ഞാൻ ഇതുപോലെ ലാമ്പ് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇലക്ട്രിക്കൽ ലോഡാണ്, ലാമ്പാണ്. എന്താണ് അതിൻ്റെ റേറ്റിംഗ്? 60 വാട്ടാണ്, 240 വോൾട്ടാണ് ലോഡിൻ്റെ റേറ്റിംഗ്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് സോഴ്സായി ലോഡായി. പിന്നെ എന്താ വേണ്ടത്? കൺട്രോളിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ഡിവൈസ്. ദ കൺട്രോളിംഗ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്ത് ഒരു സ്വിച്ചാണ്. ഇതൊരു 1 വേ സ്വിച്ചാണ്. നമുക്ക് വീടുകളിലൊക്കെ ഉപയോഗിച്ച് നല്ല പരിചയമുണ്ട് ഈ 1 വേ സ്വിച്ച്. അപ്പോൾ ഇതിന് ബാക്കിൽ നമ്മൾ നോക്കുമ്പോൾ കാണാം 2 ടെർമിനലാണ് ആകെ ഉള്ളത്. ഈ 2 ടെർമിനൽ തമ്മിൽ നോർമലി എന്താ ഉള്ളിൽ കോൺടാക്റ്റ് ഉണ്ടാവില്ല. നമ്മൾ സ്വിച്ചിനെ ഓൺ ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ കോൺടാക്റ്റ് മേക്ക് ആവും. ഇപ്പോൾ 2 ടെർമിനലിൽ 2 വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ നമുക്ക് വേണ്ടത്? ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ഫ്യൂസാണ്. ഇതൊരു കിറ്റ്കാറ്റ് ഫ്യൂസാണ്. ഇപ്പോൾ 2 ഭാഗങ്ങളാണ് ഇതിനുള്ളത്. ഈ അടിഭാഗം ബേസാണ്, മോൾ ഭാഗം കാരിയറാണ്. മെറ്റീരിയൽ പോർസിലിൻ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഫ്യൂസ് കാരിയറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ 2 സ്ക്രൂസ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ വളരെ നേരത്തെ ഫ്യൂസ് വയർ, ലെഡ് ടിൻ അലോയിൻ്റെ ഫ്യൂസ് വയർ കിട്ടിയിട്ടുണ്ട്. എത്ര ആംപിയർ ആണോ വേണ്ടത് നമ്മൾ ലോഡ് കറണ്ട് അതിൻ്റെ 1.5 ടൈംസാണ് സാധാരണഗതിയിൽ ഫ്യൂസ് വയർ നമ്മൾ റേറ്റിംഗ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള റേറ്റിംഗുള്ള ഫ്യൂസ് വയർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഹൈ കറണ്ട് വരുമ്പോൾ മെൽറ്റായി പോകുന്ന ഫ്യൂസ് വയർ. ഇനി ഇതിൻ്റെ ബേസിൽ ഇതുപോലെ 2 ഫിക്സഡ് ടെർമിനൽസ് ഉണ്ട്. ഈ ഫിക്സഡ് ടെർമിനൽസിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ സ്ക്രൂ ലൂസൻ ചെയ്തിട്ട് നമ്മൾ വയറുകൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ ഫ്യൂസ് കാരിയർ നമ്മൾ ഈ ബേസിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് നമ്മൾ നല്ല ടൈറ്റായിട്ട് വയ്ക്കും. ഇനി നമുക്ക് സർക്യൂട്ട് ഒന്ന് ട്രേസ് ആയിട്ട് ചെയ്യാം. നിങ്ങളുടെ ഡയഗ്രാം നോക്കുക, ഒന്നുമില്ല, നമ്മൾ വളരെ സിമ്പിളാണ്. ഫസ്റ്റ് നമ്മളിപ്പോൾ സപ്ലൈക്ക് വേണ്ടി നമ്മൾ 2 പോയിന്റ് എടുത്ത് ഇവിടെ നമുക്ക് നോക്കാം. ഫേസ് ഇവിടെ റൈറ്റ് സൈഡ് പ്ലഗ് സോക്കറ്റിൽ റൈറ്റ് സൈഡിൽ വരുന്ന പോയിന്റ് എന്തായിരിക്കും? ഫേസ് ആയിരിക്കും. ലെഫ്റ്റ് സൈഡിൽ വരുന്ന പോയിന്റ് എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. ഇപ്പോൾ റൈറ്റ് സൈഡിൽ വരുന്ന ഫേസ് ഞാൻ ഈ ഫേസ് വയർ ഇവിടെ കണക്ട് ചെയ്തു. ഫേസ് വയർ ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ട് അത് എന്തിലേക്കാണ് കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഈ ഫേസ് വയർ നേരെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫ്യൂസിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സർക്യൂട്ട് ഡയഗ്രാം പ്രകാരം തന്നെ. ഇനി ഫ്യൂസിൽ നിന്ന് 2ാമത്തെ വയർ എടുത്തിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? നേരെ പോകുന്നത് സ്വിച്ചിലേക്കാണ്. 2ാമത്തെ വയർ കണക്ട് ചെയ്തിരിക്കുന്നത് സ്വിച്ചിലേക്കാണ്. ഇനി സ്വിച്ചിൽ നിന്ന് ഒരു വയർ നമ്മൾ കണക്ട് ചെയ്ത് നേരെ പോകുന്നത് അത് ലോഡിലേക്കാണ് പോകുന്നത്. ഓക്കെ, ലോഡിൽ നിന്ന് 2ാമത്തെ വയർ എടുത്തിട്ട് നമ്മൾ എന്തിലേക്ക് കണക്ട് ചെയ്യണം? നമ്മളെ സപ്ലൈ സോഴ്സിൻ്റെ ന്യൂട്രൽ പോയിന്റിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഇതെന്താണ്? ഒരു സീരീസ് കണക്ഷനാണ്. ഒന്നുകൂടെ നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാം. ഫേസ് നേരെ ഫ്യൂസിലേക്ക് പോയി. ഫ്യൂസിൻ്റെ 2ാമത്തെ പോയിന്റിൽ നിന്ന് ഫേസ് പുറത്തേക്ക് വരുന്ന ഫേസ് നേരെ സ്വിച്ചിലേക്ക് പോയി. സ്വിച്ചിൻ്റെ 2ാമത്തെ പോയിന്റിൽ നിന്ന് ഫേസ് നേരെ ലാമ്പ് ഹോൾഡറിലേക്ക് എത്തി. ലാമ്പ് ഹോൾഡറിൻ്റെ 2ാമത്തെ പോയിന്റിലേക്കാണെങ്കിലോ സപ്ലൈയിൽ നിന്ന് ന്യൂട്രൽ എത്തി. ഇപ്പോൾ നമ്മളെ കണക്ഷൻസ് അവിടെ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഞാനിവിടെ സപ്ലൈ എനർജൈസ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ സ്വിച്ച് ഓൺ ആയതുകൊണ്ട് എന്താണ് നമ്മൾ സർക്യൂട്ട് എന്താണ്? ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ലോഡ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ലാമ്പ് പ്രകാശിക്കുന്ന കാണാം. സ്വിച്ച് ഒന്ന് ഓഫ് ആക്കുകയാണ്. സ്വിച്ച് ഓഫ് ആയി കഴിയുമ്പോൾ എന്തായി? സർക്യൂട്ട് ബ്രേക്കായി. ഇതെന്ത് സർക്യൂട്ടാണ്? ഇപ്പോൾ ഇത് ഓപ്പൺ സർക്യൂട്ടാണ്. നമ്മളെ ലാമ്പ് അവിടെ പ്രകാശിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.